I don't know why these people get offended to this film actually. ഹായ് ഗൈസ്, അപ്പം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു വീഡിയോയിലൂടെ കാണുന്നത്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിവ്യൂ ആണ്. നമ്മുടെ ഇപ്പം ബ്ലോക്ക് ബസ്റ്ററായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു റിവ്യൂ ആണ് ഞാൻ ഇന്നിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ ഇതൊരു പ്രൊഫഷണൽ റിവ്യൂവും കാര്യങ്ങളൊന്നുമല്ല. ഞാനൊരു ഫിലിം കണ്ടു, എനിക്കതിനകത്ത് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പം അത് ജസ്റ്റ് നിങ്ങളോടൊന്ന് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ബിക്കോസ് അത് അങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ കാണുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ ആ സിനിമയെ കാണുന്നത്. നമ്മുടെ എല്ലാം വിഷനും ടേസ്റ്റും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഒരിക്കലും ഇതൊരു കമ്പാരിസൺ ആയിട്ട് ഒന്നും എടുക്കേണ്ട, എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായമായിട്ട് മാത്രം കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ഒറ്റ വാക്കിൽ എമ്പുരാനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ മികച്ച ഒരു മലയാള സിനിമ തന്നെയാണ് എമ്പുരാൻ. പക്ഷേ വെൻ ഇറ്റ് കമ്പയർ ടു ദ ലൂസിഫർ, എനിക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് ലൂസിഫറാണ് ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നത്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ചിലർക്ക് ലൂസിഫറിനേക്കാളും ബെറ്ററായിട്ട് എമ്പുരാൻ തോന്നിയേക്കാം. ഇത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. പിന്നെ ഈ സിനിമയ്ക്കകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി അമേസിങ് ആണ്. അതുപോലെ VFX വർക്കുകൾ നല്ല അമേസിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അവരും നല്ല ഒരു ക്രൂഷ്യൽ റോള് തന്നെ ഇതിനകത്ത് പ്ലേ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. കാരണം ഇട്ടിരിക്കുന്ന സെറ്റുകളെല്ലാം ഒരിക്കലും നമുക്കതൊരു സെറ്റാണെന്ന് തോന്നില്ല. അത്രയ്ക്ക് റിയലിസ്റ്റിക് ആയിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫിയുടെ കാര്യം പറയുമ്പോൾ ആദ്യത്തെ ഒരു സീൻ തന്നെ നമുക്ക് അവരുടെ ഒരു ക്വാളിറ്റി ഇതിനകത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എമ്പുരാൻ്റെ കഥാപശ്ചാത്തലത്തിലേക്ക് വരുമ്പോഴത്തേക്കിന് ലൂസിഫർ എന്ന് പറയുന്ന സിനിമ എവിടെ പറഞ്ഞു നിർത്തിയോ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് തന്നെ വളരെ മികച്ച രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. ലൂസിഫറിൽ ഇന്ത്യൻ പൊളിറ്റിക്സും ഒരു മെയിൻ സ്ട്രീമിൽ കാണിച്ചുകൊണ്ട് ഇൻ്റർനാഷണൽ ഡ്രഗ് ഡീലിങ്സ് അല്ലെങ്കിൽ നർക്കോട്ടിക്സ് ഒക്കെ ഒരു സബ് ടോപ്പിക്കായിട്ട് കാണിച്ചിരുന്നെങ്കിൽ എമ്പുരാനിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് നേരെ ഓപ്പോസിറ്റാണ്. മെയിൻ സ്ട്രീമിൽ ഇൻ്റർനാഷണൽ ഡ്രഗ് ഡീലിങ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. അതിൻ്റെ ഒരു സബ് ടോപ്പിക്കായിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സും അതിനകത്ത് വരുന്ന കുറച്ച് സംഭവ വികാസങ്ങൾ, എസ്പെഷ്യലി കേരളത്തിലെ പൊളിറ്റിക്സും വളരെ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. കേരളത്തിലെ പൊളിറ്റിക്സ് സംസാരിച്ചുകൊണ്ട് തന്നെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന എല്ലാ പാർട്ടിക്കാർക്കിട്ടും ചെറിയ കുത്തും കോമയും ചെറിയ കൊട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ചിലർക്കൊക്കെ അത് കിട്ടിയെന്നുള്ളതിൻ്റെ ഒരു തെളിവാണല്ലോ ഇപ്പോൾ നടക്കുന്ന കോൺട്രവേഴ്സീസും അതുപോലെ തന്നെ എന്താ പറയുക വെട്ടിത്തിരുത്തലുകളും പേരുമാറ്റൽ ചടങ്ങൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണല്ലോ. ഓക്കെ, അതൊക്കെ നമുക്ക് അതിൻ്റെ ഭാഗത്തോട്ട് വിടാം. ബാക്ക് ടു ദ ഫിലിം. ക്യാരക്ടറൈസേഷനൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ക്യാരക്ടറൈസേഷനൊക്കെ എല്ലാവരും കൈകാര്യം ചെയ്തിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഏറ്റവും ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ മഞ്ജു വാര്യർ അവതരിപ്പിച്ചിട്ടുള്ള പ്രിയദർശിനി രാംദാസ് എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ്. ലൂസിഫറിൽ നമ്മളൊരു കെയറിങ് മദറും അതുപോലെ തന്നെ ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു സ്ത്രീയെയാണ് കാണുന്നതെങ്കിൽ, എമ്പുരാനിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ഹാഫിൽ ഒരു വളരെ മികച്ച ഒരു ട്രാൻസ്ഫോർമേഷനോടുകൂടി തന്നെ നമുക്കൊരു ഗൂസ് ബംസ് മൂമെൻറ്റ്സ് തരുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ പ്രിയദർശിനി രാംദാസ് ആയിട്ട് മഞ്ജു വാര്യർ ക്യാരക്ടർ കൈകാര്യം ചെയ്തിട്ടുള്ളത്. വളരെ മികച്ച രീതിയിൽ അവരത് കൈകാര്യം ചെയ്ത് പോയിട്ടുമുണ്ട്. ബാക്കി ക്യാരക്ടേഴ്സൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലി ഒരു ചെറിയ അതിനകത്തൊരു എതിർ അഭിപ്രായം വന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആൻ്റണി പെരുമ്പാവൂർ ഇതിനകത്ത് ചെയ്തൊരു ചെറിയ ക്യാരക്ടറുണ്ട്. അത് കുറച്ചും കൂടെ ഒരു ബെറ്റർ ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ചെറിയൊരു സീക്വൻസേ ഉള്ളൂ, പക്ഷേ അതൊരു എന്താണെന്നറിയില്ല, എനിക്കൊരു പേഴ്സണലി ഇച്ചിരിയും കൂടെ ബെറ്ററായിട്ട് അത് പ്രസൻറ്റ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. പിന്നെ എനിക്ക് ഈ സിനിമയിൽ ഒരു ഇഷ്ടപ്പെടാത്ത ഒരു പോർഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫൈറ്റ് സീക്വൻസിലെല്ലാം വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. കാരണം ഇത്രയും ഒരു ഫൈറ്റ് സീക്വൻസ് കാണിക്കുമ്പോഴത്തേക്കിന് ഇപ്പം ജയിലർ എന്ന് പറയുന്നൊരു ഫിലിം നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പം ഇപ്പോഴും അത് TV-യിൽ വരുമ്പം ആ ഫൈറ്റ് സീക്വൻസ് കാണുമ്പം ആ BGM കേൾക്കുമ്പം നമുക്ക് കിട്ടുന്ന ഒരു വാവ് ഫാക്ടർ ഉണ്ടല്ലോ, അത് എവിടെയൊക്കെയോ ഈ ഫിലിമിൽ നന്നായിട്ട് മിസ്സായിട്ടുണ്ട്. ഈവൻ എൻ്റെ ഒരു കാണുമ്പോഴത്തേക്കിന് ആ ഫൈറ്റ് കാണുമ്പം വളരെ ഡിസ്റ്റർബിങ് ആയിട്ട് ഒരു കോൺസെൻട്രേഷൻ മാറിപ്പോകുന്ന രീതിയിലും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വന്നതുപോലെ എനിക്ക് ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ
ഇൻ്റർനാഷണൽ ഞാൻ പറഞ്ഞല്ലോ ഡ്രഗ് ഡീലിങ്സ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ സ്റ്റീഫൻ നെടുമ്പള്ളിയേക്കാളും കൂടുതൽ ഇതിനകത്ത് എലഗൻ്റായിട്ട് നിൽക്കുന്നത് നമ്മുടെ എബ്രഹാം ഖുറേഷി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അതിൻ്റെ ഒരു അതിപ്രസരം മൂലം തന്നെ സ്റ്റീഫൻ നെടുമ്പള്ളിയെ വളരെയധികം ഈ ഒരു ഫിലിമിൽ മിസ്സ് ചെയ്തു എന്ന് പറയേണ്ടി വരും. ഇല്ല, പൂർണ്ണമായി ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ചിലയിടത്തൊക്കെ അദ്ദേഹം വരേണ്ട സ്ഥലങ്ങളിലൊക്കെ ഒരു ചെറിയ മിസ്സിങ് പോലെ പേഴ്സണലി തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ഇത് ഡ്രോബാക്കായിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് കുറേ മോഹൻലാലിൻ്റെ ലാലേട്ടൻ്റെ കുറേ എൻട്രികൾ, ഇതിനകത്ത് മാസ് എൻട്രികൾ ഒരു കൈയും കണക്കുമില്ലാതെ വെക്കുന്നത് പോലെ തോന്നി. കാരണം വെറുതെ കയറി വരേണ്ട ഒരു സീനിലേക്ക്, വെറുതെ വന്നൊരു ഡയലോഗ് പറഞ്ഞാൽ തന്നെ ഒരു മാസ് ക്രിയേറ്റഡ് ആകുന്ന ഒരു സീനിലേക്ക് വീണ്ടും ഒരു ആർട്ടിഫിഷ്യൽ മാസ് എൻട്രിയും കൂടെ കുത്തിക്കയറ്റി വെച്ചതുപോലെ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറിൽ നിന്നും ഞാൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. മേ ബി ബാക്കി ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടാം, പക്ഷേ എനിക്കത് എന്തോ ഒരു ആർട്ടിഫിഷ്യാലിറ്റി അതിനകത്ത് കുറച്ച് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് അതിനകത്തൊരു ഡ്രോബാക്കായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷേ ആ ഡ്രോബാക്ക് എല്ലാം മാറ്റി, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തുവാണെങ്കിൽ ഇന്നത്തെ കേരള അല്ലെങ്കിൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു കൊമേഴ്ഷ്യൽ ഫിലിം തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു ബോളിവുഡ് അല്ലെങ്കിൽ ഒരു ഹോളിവുഡ് സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിങ്ങിലേക്കൊക്കെ കടന്നു ചെന്നിട്ടുണ്ട്. നമുക്ക് പല സീനും കാണുമ്പോൾ ഇതൊരു ഈ മലയാള സിനിമ പോയിട്ട് ഇതൊരു ഇന്ത്യൻ ഫിലിം ആണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. കാരണം അത്രയും ബ്രില്യൻ്റ് ആയിട്ട്, ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ പറഞ്ഞല്ലോ, നമ്മുടെ സിനിമാറ്റോഗ്രഫിയും ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ അതിനകത്ത് നല്ല കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, I don't know why these people get offended to this film actually. കാരണം അത്രയൊന്നും ഈ പറയുന്ന അത്രയൊന്നും വൾഗറായിട്ട് ഒരു പാർട്ടിയെയും അല്ലെങ്കിൽ ഒരു ഐഡിയോളജിയും ഒന്നും അവർ അതിനകത്ത് ക്രിട്ടിസൈസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പം നിങ്ങൾ ന്യൂസിനകത്തൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും ഈ ഒരു സെൻസറിങ് വരുന്നത് എന്ത് കാരണത്താലാണ്. അതിനകത്തൊരു വർഗീയ ലഹള ഒരു സീൻ, കുറച്ച് സീൻസുകൾ അതിനകത്തുണ്ട്, വർഗീയ ലഹളയെ പറ്റിയുണ്ട്. സോ അതിനകത്ത് കുറച്ച് ഡയലോഗൊക്കെ ഞാൻ തോന്നി എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് കട്ട് ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു വർഗീയ ലഹള ഉണ്ടാകുമ്പോഴത്തേക്കിന് അവിടെ അത് ഉണ്ടാക്കുന്ന ആൾക്കാർ തമ്മിൽ സംസാരിക്കുന്നത് ഒബ്വിയസ്ലി വർഗീയതയായിരിക്കുമല്ലോ. അല്ലാതെ അവിടെ ഒരു മറ്റ് ശാരദ വിമല ഹരിയ ഇവിടെ വരുമെന്നൊന്നും പറയുന്ന പോലത്തെ സാധനങ്ങളൊന്നും അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അത് ആ ഒരു വർഗീയത എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അവിടെ വർഗീയമായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ ഇത് ചെയ്യുന്ന രീതിയിലുള്ള ഡയലോഗ്സുകളാണ് വേണ്ടത്. അപ്പം ചിലർക്കൊക്കെ അതെന്തോ അറിയില്ല, അവർക്ക് മേ ബി അവർക്കത് ഇഷ്ടപ്പെട്ട് കാണത്തില്ലായിരിക്കും. എല്ലാവർക്കും ഇപ്പോൾ ഒരേ രീതിയിലുള്ള അഭിപ്രായമല്ലല്ലോ. അപ്പം ഇപ്പോൾ ഏതായാലും എനിക്ക് തോന്നുന്നത് ഇന്നോ നാളെയൊക്കെ ആയിട്ട് റീസെൻസർ ചെയ്തിട്ടുള്ള എമ്പുരാനാണ് ഇനി നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. കുറേ വെട്ടിത്തിരുത്തലുകളൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. സോ എങ്ങനെയാവുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഞാൻ കണ്ട എമ്പുരാൻ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. സോ നിങ്ങളും ഉറപ്പായിട്ടും ആ ഒരു ഫിലിം പോയി കാണുക. ഒരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് എന്താണെങ്കിലും ഈ ഫിലിമിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു റീസെൻസറിങ് ഒന്നും അതിനെ ബാധിക്കില്ലെന്നാണ് അതിൻ്റെ അണിയറ പ്രവർത്തകരും പ്രൊഡ്യൂസറും ഒക്കെ പറയുന്നത്. അപ്പം എന്താണെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ടും പോയിട്ട് ഫിലിം കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിനകത്തൊന്ന് കമൻസായിട്ട് വന്ന് രേഖപ്പെടുത്തുന്നത് എനിക്ക് വളരെ സന്തോഷമായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഔട്ട്. ബൈ ബൈ.